അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ സുഹൃത്തുക്കളെ, മരണം അടുക്കുമ്പോൾ 6 പ്രത്യേക ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയാമോ? ഈ ലക്ഷണങ്ങൾ ദൃശ്യമാകുമ്പോൾ ഒരു വ്യക്തി തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇനി ഞാൻ ആ 6 ലക്ഷണങ്ങൾ നിന്നോട് പങ്കുവയ്ക്കാം. ആ നിമിഷത്തിൽ മരണപ്പെടുന്ന വ്യക്തി മലക്കുകളെ കാണാൻ തുടങ്ങുകയും പോലും ശൈത്വാൻ അവന്റെ അടുത്തേക്ക് വരികയും ചെയ്യും. പക്ഷേ ശൈത്വാൻ ആ സമയത്ത് എന്താണ് പറയുന്നത്? പാപിയും യഥാർത്ഥ വിശ്വാസിയും മരണമടുക്കുമ്പോൾ അനുഭവിക്കുന്നതിന്റെ വ്യത്യാസം എന്താണ്? ഇസ്ലാം പറയുന്നത് മരണത്തിനു മുമ്പ് ഒരു വ്യക്തിക്ക് തന്റെ മരിച്ച ബന്ധുക്കളെ പോലും കാണാൻ സാധിച്ചേക്കാം എന്നാണ്. സുഹൃത്തുക്കളെ ആരെങ്കിലും അവരുടെ അവസാന നിമിഷങ്ങളിൽ മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ കണ്ടതായി പറഞ്ഞത് നിന്റെ അനുഭവത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ദയവായി നിന്റെ അനുഭവം കമന്റുകളിൽ പങ്കുവെക്കുക. അല്ലാഹു എല്ലാ ജീവാത്മാവും മരണത്തിന്റെ രുചി അനുഭവിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ആദ്യഘട്ടം: ഈ ദിവസം ഒരു വ്യക്തിയുടെ ജീവിതം അവസാനിക്കുകയും അവന്റെ നിശ്ചിത കാലം പൂർത്തിയാകുകയും ചെയ്യും. അല്ലാഹു മലക്കുകളോട് ആത്മാവിനെ പിടിച്ചെടുക്കാൻ കൽപ്പിക്കും. ദുഃഖകരമായി ഈ ദിവസം ആർക്കും അറിയില്ല. ആ ദിവസം വരുമ്പോൾ പോലും അത് തന്റെ അവസാന ദിനമാണെന്ന് വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. മരണത്തെക്കുറിച്ച് അറിയാതിരുന്നാലും ശരീരത്തിൽ മാറ്റങ്ങൾ അനുഭവപ്പെടും. വിശ്വാസിയുടെ ഹൃദയത്തിൽ ശാന്തി ഇറങ്ങും. അതേസമയം പാപി തന്റെ നെഞ്ചിൽ ഭാരമായ സമ്മർദ്ദം അനുഭവിക്കും. ഈ ഘട്ടത്തിൽ പിശാചുക്കളും ദുഷ്ടജിന്നുകളും മലക്കുകൾ ഇറങ്ങിവരുന്നത് കാണും. പക്ഷേ മനുഷ്യർക്ക് അത് കാണാൻ കഴിയില്ല. ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നു, നിന്നെ അല്ലാഹുവിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ദിവസത്തെ ഭയപ്പെടുക. അപ്പോൾ ഓരോ ജീവാത്മാവിനും അതിന്റെ പ്രവൃത്തികൾക്ക് പൂർണ്ണ പ്രതിഫലം നൽകപ്പെടും. രണ്ടാം ഘട്ടം: ആത്മാവ് ക്രമേണ പിടിച്ചെടുക്കപ്പെടുന്നു. ആത്മാവ് കാലിന്റെ പാദങ്ങളിൽ നിന്ന് ആരംഭിച്ച് കണങ്കാലുകൾ, മുട്ടുകൾ, വയർനാഭിനെഞ്ച് എന്നിവയിലൂടെ കടന്തറാക്കി എന്നറിയപ്പെടുന്ന ഭാഗത്തെത്തുന്നു. ഈ ഘട്ടത്തിൽ വ്യക്തിക്ക് അതീവ ക്ഷീണവും അസ്വസ്ഥതയുമൊപ്പം ഒരു താങ്ങാനാവാത്ത ഭാരം അനുഭവപ്പെടും. എന്നിട്ടും അവന്റെ ആത്മാവ് പോകുന്നുണ്ടെന്ന് അവന് തിരിച്ചറിയാൻ കഴിയില്ല. മൂന്നാം ഘട്ടം ഖുർആനിലെ സൂറത്തുൽ യാസീനിൽ വിവരിച്ചിരിക്കുന്നു. ആത്മാവ് കഴുത്തിന്റെ അസ്ഥിയിലെത്തുമ്പോൾ ഇനി ആരവനെ രക്ഷിക്കും എന്ന് പറയപ്പെടും. അപ്പോൾ അവന്റെ വേർപാടിന്റെ സമയം വന്നിരിക്കുന്നു എന്ന് അവൻ തിരിച്ചറിയും. ഒരു കാൽ മറ്റൊരു കാലുമായി ബന്ധിപ്പിക്കപ്പെടും. ഈ ഘട്ടത്തിൽ കുടുംബാംഗങ്ങളും അടുത്തുള്ളവരും രോഗിയുടെ അവസ്ഥ കണ്ട് വിളിച്ചു പറയും, ഡോക്ടറെ വിളിക്കൂ, ആംബുലൻസ് വിളിക്കൂ, അവനെ എമർജൻസിയിലേക്ക് കൊണ്ടുപോകൂ. മറ്റുള്ളവർ പറയും, അവന്റെ മേൽ ഖുർആൻ ഓതൂ. എന്നാൽ മരണപ്പെടുന്ന വ്യക്തി ഇപ്പോഴും ജീവിതത്തിലേക്ക് മടങ്ങിവരാമെന്ന പ്രതീക്ഷയിൽ മുറുകെ പിടിക്കും. തന്റെ ആത്മാവ് പോകുന്നുവെന്ന് വിശ്വസിക്കാൻ അവൻ വിസമ്മതിക്കും. പക്ഷേ അല്ലാഹു പ്രഖ്യാപിക്കുന്നു, ഒരു കാൽ മറ്റൊന്നുമായി ബന്ധിപ്പിക്കപ്പെടുമ്പോൾ മരണം അന്തിമമാണ്. ആത്മാവ് കാലുകളിൽ നിന്ന് ഉയർന്ന് കഴുത്തിന്റെ അസ്ഥിയിലെത്തി അവിടെ കുടുങ്ങും. ഇത് ശരീരത്തിൽ നിന്ന് ആത്മാവിന്റെ പൂർണ്ണ വേർപാടിനെ സൂചിപ്പിക്കുന്നു. നാലാം ഘട്ടം: ഇത് മരണത്തിന്റെ അവസാനവും ഏറ്റവും ദുഷ്കരവുമായ ഘട്ടമാണ്. ഈ നിമിഷത്തിൽ അവന്റെ കണ്ണുകളിൽ നിന്ന് മറ നീക്കപ്പെടും. ചുറ്റുമുള്ള മാലാഖമാരെ അവൻ കാണും. ഇതുവരെ മറ കാരണം മാലാഖമാരെയോ അദൃശ്യജീവികളെയോ കാണാൻ അവന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇനി മുതൽ എല്ലാം വ്യക്തമായി കാണും. പരലോകത്തിന്റെ ദർശനം ആരംഭിക്കും. ഈ വിഷയത്തിൽ സൂറത്തുൽ ഖാഫിൽ അല്ലാഹു പറയുന്നു, നിന്റെ മറ ഞങ്ങൾ നീക്കിയിരിക്കുന്നു, ഇപ്പോൾ നിന്റെ ദർശനം മൂർച്ചയുള്ളതാണ്. അല്ലാഹു പറയുന്നു, ആത്മാവ് കണ്ടത്തിലെത്തുമ്പോൾ നീ നോക്കുന്നു, പക്ഷേ ഞങ്ങൾ അവനോട് നിന്നേക്കാൾ അടുത്താണെന്നാൽ നിനക്ക് കാണാൻ കഴിയില്ല. ഈ വാക്യം മരണപ്പെടുന്ന വ്യക്തിയുടെ ചുറ്റുമുള്ളവരെ അഭിസംബോധന ചെയ്യുന്നു. അവൻ കാണുന്നത് നിനക്ക് കാണാൻ കഴിയില്ല. ഒരുപക്ഷെ അവൻ അല്ലാഹുവിന്റെ കരുണയോപാപിയാണെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷയോ ദർശിക്കുന്നുണ്ടാകാം. അതിനാലാണ് ചിലപ്പോൾ മരണപ്പെടുന്ന വ്യക്തി ഒരു പ്രത്യേക ബിന്ദുവിലേക്ക് ഉറ്റുനോക്കുന്നത് കാണപ്പെടുന്നത്. ആത്മാവ് പിടിച്ചെടുക്കപ്പെടുന്ന നിമിഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ സമയമാണ്. ആ നിമിഷത്തിൽ അല്ലാഹുവിന്റെ വാഗ്ദാനങ്ങളും മുന്നറിയിപ്പുകളും അവന്റെ കൺമുന്നിൽ വ്യക്തമായി പ്രത്യക്ഷപ്പെടും. മാലാഖമാരുടെ സാന്നിധ്യം അവൻ കാണും. ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളും അവന്റെ മുന്നിൽ വ്യക്തമായി തെളിയും. ഈ അവസ്ഥയിൽ മരണത്തിന്റെ പരീക്ഷണം ആരംഭിക്കുന്നു. ശൈത്വാൻ പ്രവേശിച്ച് വിശ്വാസത്തെക്കുറിച്ച്, അല്ലാഹുവിനെക്കുറിച്ച്, പ്രവാചകനെക്കുറിച്ച്, മതത്തെക്കുറിച്ച് പോലും ഖുർആനിനെക്കുറിച്ച് സംശയങ്ങൾ സൃഷ്ടിക്കുന്നു. മരണപ്പെടുന്ന വ്യക്തി ഈ ലോകം വിട്ടുപോകുമ്പോൾ അവിശ്വാസിയായി മാറണമെന്ന് ശൈത്വാൻ തന്റെ എല്ലാ ശക്തിയും ഉപയോഗിക്കുന്നു. കാരണം ഇത് അവന്റെ അവസാന അവസരമാണ്. ശൈത്വാന് ഉറപ്പാണിത്.
അവന്റെ അവസാന നിമിഷമാണിപ്പോൾ. അവനെ വഴിതെറ്റിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരവസരമുണ്ടാകില്ല. മാലാഖമാർ അടുത്തു വന്നിട്ടുണ്ടെന്ന് ശൈത്വാൻ അറിയുന്നുവെങ്കിലും ചുറ്റുമുള്ളവർക്ക് അത് മനസ്സിലാകില്ല. അതിനാൽ ശൈത്വാൻ തന്റെ ഏറ്റവും ശക്തമായ അവസാന ആക്രമണം നടത്തി മരണപ്പെടുന്ന വ്യക്തിയെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു. അതിനാലാണ് ഖുർആൻ മരണത്തിന്റെ പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ശരണം തേടാൻ നമ്മോട് കൽപ്പിക്കുന്നത്. സൂറത്തുൽ മുനിൽ അള്ളാഹു കൽപ്പിക്കുന്നു, എന്റെ രക്ഷിതാവേ, ഞാൻ നിന്റെ ശരണം തേടുന്നു പിശാചുക്കളുടെ മന്ത്രണങ്ങളിൽ നിന്നും അവർ എന്റെ അടുത്ത് വരാതിരിക്കാൻ. നിന്റെ ജീവിതം ഇസ്ലാം അനുസരിച്ച് ജീവിക്കുകയും അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും ഹൃദയത്തിൽ സ്നേഹം പുലർത്തുകയും ചെയ്യുന്നുവെങ്കിൽ ഈ പരീക്ഷണത്തിൽ നിന്ന് നിനക്ക് സംരക്ഷണം ലഭിക്കും. വിശ്വാസത്തോടെ ഈ ലോകം വിട്ടുപോകാം. മരണത്തിന്റെ അവസാന നിമിഷത്തിൽ ശൈത്വാൻ അടുത്ത ബന്ധുക്കളായ അച്ഛനമ്മ അല്ലെങ്കിൽ മരിച്ചുപോയ മാമന്റെ രൂപം ധരിച്ച് പ്രത്യക്ഷപ്പെടും. അവർ ഉച്ചത്തിൽ പറയും, നിനക്ക് മുമ്പ് ഞാൻ മരിച്ചു, ഇസ്ലാം സത്യമല്ലെന്ന് നിനക്കറിയാം. പ്രവാചകൻ യഥാർത്ഥ മതം കൊണ്ടുവന്നില്ല, അത് നിരസിക്കൂ. ഇങ്ങനെ അവർ മരണപ്പെടുന്ന വ്യക്തിയെ ആവർത്തിച്ച് സമ്മർദ്ദത്തിലാക്കും. ഈ രംഗം തന്നെ ഖുർആനിലെ സൂറത്തുൽ ഹഷറിൽ വിവരിച്ചിട്ടുണ്ട്. ശൈത്വാന്റെ ഉപമ മനുഷ്യനോട് നീ അവിശ്വസിക്കൂ എന്ന് പറയുന്നതിന് തുല്യമാണ്. എന്നാൽ മനുഷ്യൻ അവിശ്വസിക്കുമ്പോൾ അവൻ പറയും, നിന്നിൽ നിന്ന് ഞാൻ മുക്തനാൻ, ഞാൻ ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. 5-ാം ഘട്ടം, മരണദൂതനായ അസ്രായീൽ അലൈഹിസ്സലാം എത്തുന്നു. ഈ ഘട്ടത്തിൽ ആത്മാവിന് തന്റെ ലക്ഷ്യസ്ഥാനം സ്വർഗമോ നരകമോ വ്യക്തമായി മനസ്സിലാകും. തന്റെ പ്രവൃത്തികളുടെ ഫലം അവൻ കാണും, തന്റെ അന്തിമ വിധി അറിയും. അള്ളാഹുവിന്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഘട്ടത്തെ വിശദമായി വിവരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പാപത്തിൽ ജീവിച്ച് പശ്ചാത്താപമില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർക്ക്. സൂറത്തുൻ നാസിയാത്തിൽ അള്ളാഹു പറയുന്നു, ശക്തിയോടെ ആത്മാക്കളെ പിടിച്ചെടുക്കുന്ന മാലാഖമാർ. നരകത്തിൽ ഒരു കൂട്ടം മാലാഖമാർ തീയുടെ ശവക്കച്ചകൾ തയ്യാറാക്കി പാപിയുടെ ആത്മാവിനെ കഠിനമായി പിടിച്ചെടുക്കും. സൂറത്ത് മുഹമ്മദിൽ ഈ ഭയാനകമായ നിമിഷം ചിത്രീകരിക്കുന്നു. മാലാഖമാർ അവരുടെ മുഖത്തും പുറകിലും അടിക്കുന്നത് നിനക്ക് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തീയുടെ ശിക്ഷയുടെ രുചി അനുഭവിക്കൂ എന്ന് പറയുന്നത്. 6-ാം ഘട്ടം, ഈ ഘട്ടത്തിൽ ആത്മാവ് ഉച്ചസ്ഥായിയിലെത്തിവിട്ടു പോകാൻ തയ്യാറാവുകയും വായിലും മൂക്കിലും എത്തിയ അസ്രായീലിന് അലൈഹിസ്സലാം കീഴടങ്ങാൻ തയ്യാറാകുകയും ചെയ്യും. അത് പാപിയുടെ ആത്മാവാണെങ്കിൽ അസ്രായീൽ പറയും, ഓ വൃത്തികെട്ട ആത്മാവേ, നിന്റെ രക്ഷിതാവിന്റെ തീയിലേക്കും ക്രോധത്തിലേക്കും പുറപ്പെടുക. അതിന്റെ ആന്തരികത ഇരുണ്ടുപോകും. അത് വിളിച്ചു പറയും, എന്റെ രക്ഷിതാവേ, എന്നെ തിരികെ അയക്കൂ, ഞാൻ മുമ്പ് അവഗണിച്ച നീതിയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ. സൂറത്തുൽ മുഅ്മിനിൽ അള്ളാഹു പറയുന്നു, ഇല്ലായത് ഒരു വെറും വാക്കാണ് നിനക്ക് പിന്നിൽ, ഒരു തടസ്സം ഉണ്ട് പുനരുത്ഥാന ദിനം വരെ. അള്ളാഹു കൂടുതൽ പറയുന്നു, നീ ഓടി നടന്നിരുന്ന മരണത്തിന്റെ വേദന നിന്നെ കണ്ടെത്തും. സൂറത്തുൽ ഖാഫ്. നീ ഓടിമാറാൻ ശ്രമിച്ച മരണം നിന്നെ കണ്ടെത്തും. സൂറത്തുൽ ജുമുഅ. അള്ളാഹുവിന്റെ ദൂതനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, എന്തിനാണ് ഞങ്ങൾ മരണത്തെ ഭയപ്പെടുന്നത്? അവൻ മറുപടി പറഞ്ഞു, നിന്റെ ഈ ലോകം നീ നിർമ്മിച്ചു, നിന്റെ പരലോകം നശിപ്പിച്ചു. മരണത്തെ പലപ്പോഴും ഓർക്കുന്നവൻ പരലോകത്തിനായി കൂടുതൽ തയ്യാറാകും. അതിനാലാണ് അള്ളാഹുവിന്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സുഖനാശിനിയായ മരണത്തെ പലപ്പോഴും ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈമാനോടുകൂടി മരിപ്പിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.